നമസ്കാരം, ഞാൻ ബൈജോൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കെല്ലാം സുപരിചിതരായ 3 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒന്ന് രജിഷ വിജയൻ, ഹായ്, നിരഞ്ജ് രാജു, പിന്നെ കൃഷ്ണന്ത്. ഇവർ 3 പേരും ഏറ്റവും പുതിയൊരു സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞ് വെളുപ്പിനെയാണ് യാത്ര ചെയ്ത് വന്നത്. അതുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എല്ലാവരും ക്ഷമിക്കുമെന്ന് വരുന്നു. അപ്പോൾ നമ്മളിത് സംസാരിക്കാൻ പോകുന്ന ഇവരുടെയൊക്കെ വിശേഷങ്ങളും കൂടാതെ മസ്തിഷ്ക മരണം എന്ന സിനിമയുടെ വിശേഷങ്ങളുമാണ്. കൃഷ്ണന്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. കൃഷ്ണന്ത് എന്നെ ആദ്യം പരിചയപ്പെടുത്തി നമ്മുടെ ആക്ടർ രാഹുലാണ്. അന്നാ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പരിചയപ്പെടണം, കാരണം വളരെ വ്യത്യസ്തമായ സിനിമകൾ ചെയ്തു വന്ന ആളാണ്. സിനിമകളുടെ പേര് പോലും വളരെ വ്യത്യസ്തമാണ്. ആവാസവ്യൂഹം, പുരുഷപ്രേതം, അതുപോലെ ഇപ്പോൾ മസ്തിഷ്ക മരണം, അങ്ങനെയുള്ള പേരുകളൊക്കെയാണ്. കൂടാതെ ഗംഭീരമായൊരു ഫിലിം മേക്കറാണ്. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷ ചിത്രം എന്ന് ഞാൻ കരുതുന്ന ഗഗനചാരിയുടെ കോ പ്രൊഡ്യൂസറുമാണ്. അവൻ ആ രീതിയിലെല്ലാം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അപ്പോൾ മസ്തിഷ്ക മരണം 27-ാം തീയതി റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രജിഷ ആദ്യം തന്നെ ജാമ്യം എടുത്തു. വണ്ടിയെപ്പറ്റി ചോദിക്കരുത്, വണ്ടിയെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, വണ്ടി ഇപ്പോൾ ഓടിക്കാറുമില്ല എന്നുള്ള കാര്യം. പക്ഷേ ഒരു വലിയ വണ്ടിപ്രാന്തനാണ് നടുക്ക് നിൽക്കുന്നത്. കൃഷ്ണന്ത് വണ്ടിപ്രാന്തനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇല്ല, ബാഡും അല്ല ഗുഡും അല്ല, അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും വണ്ടിയിലേക്ക് അധികം പോകുന്നില്ല, നമുക്ക് മസ്തിഷ്ക മരണത്തിലേക്ക് തന്നെ ആദ്യം പോകാം. അപ്പോൾ ഈ കൃഷ്ണന്തിന് ഇവരോട് ആദ്യം ചോദിക്കാനുള്ള കേട്ടോ. ഈ കൃഷ്ണന്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഒന്നുകിൽ കൃഷ്ണന്തിന് 5 പൈസ കുറവാണ്, അല്ലെങ്കിൽ 150 പൈസ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? 150 പൈസ 250 കൂടുതലാണെങ്കിലേ ഉള്ളൂ അല്ലേ? ഭയങ്കര ഫങ്ഷനിങ് ആണ്. കൃഷ്ണന്തിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെയാണോ നോക്കിയാൽ ആ മൂടൽ മഞ്ഞ് മിസ്റ്റ് ആണെന്ന് തോന്നുന്നു, അല്ല ഇത് പൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ, അല്ല ഞാൻ പറഞ്ഞത് എല്ലാത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നോളജ് കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് ഷെയർ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് പറഞ്ഞു തരാനും. അതൊരു ഭയങ്കര രസമാണ് കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല, നമുക്ക് സിനിമ കാണുമ്പോഴും തോന്നുന്നു നമ്മൾ ഒട്ടും വിചാരിക്കാത്ത തലങ്ങളിലൂടെയൊക്കെയാണ്. ഇപ്പം നമ്മുടെ 4.5 ഗാങ് ഒക്കെ ആണെങ്കിലും വളരെ രസകരമായിട്ട് എടുത്ത ഒരു സീരീസ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഈ മസ്തിഷ്ക മരണം? ഈ പേരുകൾ ഭയങ്കര രസമായിട്ടോ. ആവാസവ്യൂഹം, മസ്തിഷ്ക മരണം എന്നൊക്കെ. അതെ, വൃത്താകൃതിയുള്ള ചതുരം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ഞാൻ ഈ വൃത്താകൃതിയുള്ള ചതുരം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ എന്താ അറിയോ, നമ്മുടെ ബോസ് കൃഷ്ണാചാരി ഇല്ലേ, നമ്മുടെ ആർട്ടിസ്റ്റ്, അതിനെ കണ്ണാടി, ഒരെണ്ണം വൃത്തം ഒരെണ്ണം ചതുരമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പേരുകൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത്? ഈ മസ്തിഷ്ക മരണമൊക്കെ എങ്ങനെ വന്നു? മസ്തിഷ്ക മരണം നമ്മൾ ഒരു അവസ്ഥയുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ, ക്യാപിറ്റലിസം, എല്ലാ സാധനങ്ങളും കൂടെ ചേർന്നിട്ട് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നതും, പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മുടെ ലൈഫ് ഒരു ദിശാബോധം ഇല്ലാതെയൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സിസ്റ്റത്തിൽ സർവൈവ് ചെയ്യുന്ന ഒരു അവസ്ഥയെ ഞാൻ നോക്കുമ്പോൾ അത് മസ്തിഷ്ക മരണം പോലെയാണ്. വി ആർ നോട്ട് ഇൻ കൺട്രോൾ ഓഫ് അവർ ലൈഫ് പോലെയാണ്. അപ്പം അങ്ങനെ മസ്തിഷ്ക മരണം എന്നൊരു പേര് ഇട്ടാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇതിൽ യഥാർത്ഥ മസ്തിഷ്ക മരണങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് എന്ത് തരത്തിലുള്ള സിനിമയാണ്? വളരെ സീരിയസ് ആണ്, പേര് കേട്ടപ്പോൾ ഭയങ്കര ഒരു തമാശ, സൈബർ പങ്ക് കോമഡി എന്നൊക്കെ പറയാം. പക്ഷേ ഇടയ്ക്ക് ഒരു എലിമെന്റ് വരുമ്പോൾ ഇതങ്ങ് ആ സൈബർ പങ്ക് കോമഡി എന്നൊരു ഊള കോമഡിയിലോട്ട് പോകും. എന്നിട്ട് തിരിച്ചത് വരും, എന്ന് വെച്ചാൽ അത് ഭയങ്കര ആക്സസിബിൾ ഹ്യൂമറിലോട്ട് പോകും. അത് തമാശ. എൻ്റെ ഫസ്റ്റ് ഫുൾ ലെങ്ത് ഹ്യൂമർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ശരി. ഇപ്പോൾ 2046 നടക്കുന്ന കഥയാണ് ഞാൻ കേട്ടത് അല്ലേ? 2046 ശരിക്കും എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുന്നത്? നാളെ തന്നെ എന്താണ് നമുക്ക് അറിയാത്തൊരു സ്ഥിതിയാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ടെക്നോളജിയുടെ കാര്യത്തിലും എല്ലാം വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വണ്ടികളുടെ കാര്യത്തിലൊക്കെ അത് എന്തായിരിക്കും 2046 ഒരു ഡയറക്ടർ വിഭാവനം ചെയ്യുന്ന മാറ്റം? ഞാൻ കുറച്ച് ചേഞ്ചസ് ഉള്ളു, പക്ഷെ ഞാൻ പെർട്ടിക്കുലർലി 2046 അല്ലാതെ ഇച്ചിരി റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും കൂടെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 80s കഴിഞ്ഞിട്ട് കുറേ ടെക്നോളജീസ് ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ ബ്ലേഡ് റണ്ണർ സിനിമയിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് വന്ന് ഡിസൈൻസിലൊക്കെ ഉണ്ടല്ലോ, വെഹിക്കിൾസിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റിട്രോ ഫ്യൂച്ചറിസത്തിൻ്റെ കുറേ എലിമെൻസും കൂടെ ഒക്കെ എടുത്തിട്ട് ആണ് ഡിസൈൻസ് ചെയ്തേക്കുന്നത്. പിന്നെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈടെക് ലോ ലൈഫ് ആവും എന്നുള്ളത് ഇപ്പം തന്നെ എവിഡൻ്റ് ആണ് നമ്മുടെ അതിൻ്റെ നേഷൻ സ്റ്റേജസ് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് തമാശ രൂപത്തിൽ പറഞ്ഞു പോകുന്നത്. ശരി. അപ്പോൾ ഈ 2046 അവതരിപ്പിക്കുമ്പോൾ അതുപോലെ ഗ്രാഫിക്സും അങ്ങനെ ഒത്തിരി ഗ്രാഫിക്സ് ഉള്ള സിനിമയാണോ? VFX ഉണ്ട്, സപ്പോർട്ടിങ് VFX ഉണ്ട്. അല്ലാതെ ഫുൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഫുൾ CG ഷോട്ട്സുകൾ ഞാൻ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ അതിൽ ഒരു എലിമെൻറ്റ് പോലും കോമ്പോസിറ്റഡ് അല്ലാത്ത വരുമ്പോഴത്തേക്കും ഭയങ്കര ടഫല്ല. നമുക്ക് വി ആർ എ സ്മോൾ ഇൻഡസ്ട്രി, അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഗഗനചാരിയിൽ നമ്മൾ കണ്ടപോലുള്ള വേഷമൊക്കെയാണ്. ഇവരൊക്കെ ഏത് രൂപത്തിലാണ്? 2046 രജീഷ് എങ്ങനെ ഇരിക്കും, അതുപോലെ നിരഞ്ജ് എങ്ങനെ ഇരിക്കും? ഇല്ല, എനിക്കൊന്ന് ഇപ്പം
80കളിലൂടെ സാരി നമ്മളൊന്നും ഉടുക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇപ്പം കൃഷാന്ത് പറഞ്ഞതുപോലെ സസ്റ്റൈനബിൾ ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കിയത്. അതാണ് ഈ സൈബർ പങ്ക് വെച്ച് അതേ ഉദ്ദേശിച്ചതും. എല്ലാ ടെക്നോളജി എല്ലാം ഹൈ ആയിട്ട് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ ദാരിദ്ര്യമൊക്കെ അത് കൂടാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പം ഇറ്റ് ലുക്സ് ലൈക്ക് 2046, പക്ഷെ അത് കൃഷാന്തിന്റെ വിഷയമുള്ള 2046 ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നാളെ ചേട്ടനാണ് 2046 എടുക്കുന്നതെങ്കിൽ അതിന് വേറൊരു ഇന്റർപ്രിട്ടേഷൻ വരുമല്ലോ. അപ്പൊ കൃഷാന്തിന്റെ ഇന്റർപ്രിട്ടേഷനിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഒരു സിനിമയിലും ഇടാൻ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ഒരുപാട് ലുക്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സെയിം ഗോസ് ഫോർ ഓൾ ആക്ടേഴ്സ്. അപ്പം അത് കോസ്റ്റ്യൂമിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും നേരത്തെ ഉള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് കൃഷാന്തിനും ടീമിനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ആർട്ട് ഡയറക്ഷനും ഭയങ്കര ഡിഫറെന്റ്. അപ്പം നമുക്ക് ഞാൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ അദ്ദേഹം എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ മിക്കതും VFX-ലും CG-ലും ഉള്ള പ്ലേ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ആർട്ട് ഡയറക്ഷനിൽ തന്നെ സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതെങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റിൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഭയങ്കര സ്മാർട്ട് പ്ലാനിങ്, മെറ്റിക്കുലസ്ലി അതിന്റെ പ്ലാനിങ് ഇതിന്റെ സിനിമയുടെ പുറകെ പോയിട്ടുണ്ട്. അപ്പൊ എനിക്കത് വിഷ്വലി കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു 2046 വെച്ചൊരു സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ 2000 ഇപ്പം ആ സിനിമ ആദ്യം ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടത് രജിസ്റ്റേർഡ് ഐറ്റം ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2046 എല്ലാവരും ഐറ്റം ഡാൻസ് ചെയ്യുന്നവരായിരിക്കും എന്നാണ്. എന്താണ്? അല്ല, നമ്മള് അതൊരു ആക്ട്രസിന്റെ സ്റ്റോറി പറയുക. അപ്പോൾ ആക്ട്രസ് പോപ്പുലർ ആയത് ഐറ്റം ഡാൻസിൽ കൂടെയാണ്. അപ്പം അത് അങ്ങനത്തെ സാധന സിനിമയിൽ വരുന്നതാണ് ഈ ഐറ്റം ഡാൻസ്. പിന്നെ നമ്മളൊന്ന് ചുമ്മാ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം ഡാൻസുകൾ കൂടിയിട്ട് തന്നെ ഉണ്ട്, കുറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം അത് കേട്ടപ്പോൾ എന്ത് തോന്നി? ഐറ്റം ഡാൻസ് ഉണ്ട് ഈ സിനിമയിൽ കേട്ടപ്പോൾ? അങ്ങനെയല്ല, അത് കൃഷാന്ത് എൻ്റെ അടുത്ത് വന്നിട്ട് രേഷ ഐറ്റം ഡാൻസ് ഉണ്ട് സിനിമയിൽ എന്ന് പറഞ്ഞിട്ടല്ല കഥ പറഞ്ഞത്. അദ്ദേഹം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പം ഞാൻ ഒരുപാട് ഡിഫറെൻറ്റ് സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ ഡാൻസ് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ നോക്കുമ്പോൾ ഇതും ഉണ്ടോ അതും ഉണ്ടോ. അപ്പം ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ സിനിമയുടെ. ആൻഡ് ഇറ്റ് ഓൾ ഹാഡ് എ റീസൺ. അല്ലാതെ നമ്മൾ ഒരു ഗിമ്മിക്സിന് വേണ്ടിയിട്ടോ ഒരു പ്രൊമോഷൻ മെറ്റീരിയലിന് വേണ്ടി അങ്ങനെ അല്ലാതെ ആ സ്ക്രിപ്റ്റിന് വ്യക്തമായി ആവശ്യമുള്ള പല കാര്യങ്ങളും അത് ആവശ്യമുണ്ട് എന്നുള്ളത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ കൃഷാന്തിന്റെ നറേഷനിലും അതിന് വ്യക്തമായ ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ്. ആ ക്ലാരിറ്റി നമുക്ക് തരുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും നമ്മൾ റീതിങ്ക് ചെയ്യും. പിന്നെ കാലഘട്ടം മാറുന്നതിനനുസരിച്ചും നമ്മൾ പലതും റീതിങ്ക് ചെയ്യും. അപ്പൊ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സ്ക്രിപ്റ്റും എൻ്റെ അടുത്തൊന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെങ്കിലും ചെയ്യണം. ചില കഥ കേട്ടാൽ നമുക്ക് അപ്പൊ തന്നെ ചാടി നിന്ന് യെസ് ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുമല്ലോ. ജൂൺ എനിക്കത് അപ്പൊ തന്നെ തോന്നി. പക്ഷേ ജൂണുമായിട്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്ത് പറയില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് എന്ന് തോന്നുന്ന സിനിമകൾ അറ്റ്ലീസ്റ്റ് ഫോർ ഫീമെയിൽസ് വളരെ വിരളമായിട്ടാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് സിനിമ. അങ്ങനെ തന്നെയാണ്. അതുപോലെ നിരഞ്ജൻ്റെ കാര്യത്തിൽ ഞാൻ എവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത് നല്ല ഗംഭീര ആക്ടറാണ്. പല സിനിമകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വേണ്ടത്ര ഒരു ബ്രേക്ക് ഇടുന്നില്ല. അപ്പോൾ ഈ കൃഷ്ണന്ത് എങ്ങനെയാണ്? കൃഷ്ണന്തുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? എനിക്കൊന്ന് ഈ നമ്മൾ 2021 വേറൊരു പടം ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പടങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു പടം ചെയ്യുന്നിരിക്കുന്നപ്പം നമ്മുടെ DOP പറഞ്ഞിങ്ങനെ കൃഷാന്ത് ഉണ്ട്, ഇങ്ങനെ പുള്ളി ഡയറക്ടറാണ്. പുള്ളി ഇപ്പോൾ ഒരു പടം അന്ന് വൃത്താകൃതിയുള്ള ചതുരൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ തന്നെ നമ്മൾ റൂമിൽ വന്നപ്പോഴത്തേക്കും പുള്ളി ഒരു ലാപ്ടോപ്പിൽ എൻ്റെ വരാൻ വന്ന പടമാണെന്ന് പറഞ്ഞാൽ ആവാസ വ്യൂഹത്തിൻ്റെ ഒരു 20 മിനിറ്റ്സ് കാണിച്ചു. അപ്പോൾ ആ പടം തുടങ്ങി 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി പോലെ പോയിട്ട് പിന്നെ അങ്ങോട്ട് മാറുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലായി ഉണ്ട്. ഞാൻ സംസാരിച്ചു, ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കിത് പടം തിയേറ്ററിൽ കാണണമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ IFFK കാണിക്കും. അങ്ങനെ IFFK വന്നു, പടം കണ്ടു, ആൾക്കാർ മറ്റേ സ്റ്റാൻഡിങ് ഒവേഷൻ, ആൾക്കാർ കൈയടിക്കുന്നു. ഞാൻ പറഞ്ഞ കൃഷ്ണൻ പറഞ്ഞു അവാർഡുകളെല്ലാം കിട്ടും. അതുപോലെ തന്നെ IFFK ഒരുപാട് അവാർഡ് കിട്ടി. ആ പടം സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ്. അപ്പോഴേ ഞാൻ പറയുന്നുണ്ട് ഇതിന് ചാൻസ് എപ്പോഴെങ്കിലൊക്കെ വരികയാണെങ്കിൽ. ഞാൻ പണ്ടൊന്നും അങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിലല്ല, പിന്നെ ഞാൻ ചോദിച്ചു തുടങ്ങി. ഇപ്പം ഫുൾ ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പക്ഷെ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പുള്ളി പറഞ്ഞെങ്കിൽ സീരീസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് 4 സംഘം. അപ്പോൾ 4 സംഘം വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മളൊരു ഗുഡ് ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു ഭയങ്കര വിഷനുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളും ആൾക്കാർ പിന്നെ നമ്മുടെ അടുത്തുള്ള പെർസെപ്ഷനും മാറുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് ചെയ്തപ്പം അതിൻ്റെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിനെപ്പറ്റി നല്ലത് പറയുന്നു.
അപ്പം മസ്തിഷ്കം ചെയ്തപ്പോഴും അപ്പം ഞാൻ പിന്നെ എനിക്കിപ്പം നല്ല പടങ്ങൾ ചെയ്യണം, നല്ല പടങ്ങൾ ചെയ്യണമെങ്കിൽ വീട്ടിൽ ഇരിക്കാം എന്നുള്ളൊരു ഡിസിഷനിൽ വന്നേ. അല്ലെങ്കിൽ പിന്നെ അല്ലേ, അതാണ് ഇപ്പം ഉള്ള ഡിസിഷൻ. അപ്പോൾ മസ്തിഷ്ക മണ്ഡലത്തിലെ നായകനാണോ? അതെ അതെ. ആ ശരി. ആ അത് ശരി. എന്താണ് ക്യാരക്ടർ? എന്ത് ടൈപ്പ് ഓഫ്? എൻ്റെ ക്യാരക്ടർ ആക്ച്വലി ഇവരൊക്കെ കുറേ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ. എൻ്റെതെന്ന് പറഞ്ഞാൽ ഒരു ബിമൽ രാജ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം എന്നെ എടുത്ത് 24/6 പ്ലേസ് ചെയ്ത് എങ്ങനെയാണ് പുള്ളി കുറച്ച് ഗതികെട്ടിരുത്തനാണ് ഞാൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഗതികേടൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ്. ആ പക്ഷേ അവിടെ ഒരു ഗതികെട്ടു. എൻ്റെ ക്യാരക്ടർ അവിടെ ഒരു ഗതികെട്ട ആളാണ്. കാരണം അത് പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെ എടുത്തനാണ്. അപ്പം രസമുള്ള സാധനമാണ്. അതിൻ്റെ ഇടയിൽ കോമഡി, എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പും ഉണ്ട്. രജിഷയുടെ നമ്മൾക്ക് എല്ലാവർക്കും അതാണ് ആക്ച്വലി പുള്ളിയുടെ ഒരു റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിനും ഈവൻ ഫോർ ഒരു 2 ഷോട്ടാണെങ്കിൽ പോലും പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവർക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് അവരുടെ ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര വരുന്നവർക്കെല്ലാം അവരുടേതായ ഇതുണ്ട്. ഈ കൃഷ്ണൻ്റെ കാര്യത്തിൽ കൃഷ്ണൻ്റെ വളരെ വ്യത്യസ്തമായ സിനിമകളാണല്ലോ. ആരെങ്കിലും ഒരു മാതൃകയുണ്ടോ ലോക സിനിമയിൽ? ഞാൻ ഒരുപാട് റെഫറൻസുകളും ഒരുപാട് ഫിലിം മേക്കേഴ്സിനെയൊക്കെ റെഫർ ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. മാതൃക പെട്ടെന്ന് പറയുമ്പോൾ ഒന്നും കിട്ടുന്നില്ല, ഒരുപാട് പേരുണ്ട്. എനിക്ക് ടെറൻസ് മാലിക് എന്ന് പറയുന്നൊരു ഫിലിം മേക്കറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡേവിഡ് ഫിഞ്ചറിനെ ഇഷ്ടമാണ്. ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ പിന്നെ മാതൃക അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പിന്നെ കരിയേഴ്സ് എല്ലാ ഫിലിം മേക്കേഴ്സിനെയും പഠിക്കുക. അതായത് ആർട്ട് പടം എടുത്ത് ഫിലിം ഫെസ്റ്റിവലിൽ വന്ന് എന്നിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് അവരുടെ പാത്ത് എങ്ങനെയാണ് പോകുന്നത്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ദേ ഡിഡ് ദാറ്റ് ഡിഡ് നോട്ട് വർക്ക്. അങ്ങനെ ഞാൻ പാറ്റേണും ചാർട്ടും ഒക്കെ ഉണ്ടാക്കും എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിലും ഫിലിം മേക്കേഴ്സിൻ്റെ കാര്യത്തിലും. എന്നിട്ട് അവിടുത്തെ നമ്മുടെ ഡിസിഷൻസ് അതുപോലെ എടുക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാം. അങ്ങനെ ശരി. എങ്കിലും മലയാളത്തിലെ ശരിക്കും പരീക്ഷണ ചിത്രങ്ങൾ തന്നെ പറയുന്ന സിനിമകളാണ് വന്നത്. അതൊരു പേടിയില്ലേ മലയാളികൾ? എങ്ങനെ ഇത് പേടി ഉണ്ടായിരുന്നില്ല, ഇപ്പം മാറിക്കണമെങ്കിൽ പോലും? അല്ലല്ല, പേടി എപ്പോഴും ഉണ്ടെന്ന്. കാരണം ഭയങ്കര ബയസ്ഡ് ആയിട്ടുള്ളൊരു ഫിലിം വ്യൂയിങ് കൾച്ചറുണ്ട്. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഭയങ്കര ലിറ്റററി ഫിലിമിനെ വിഷ്വൽ ലിറ്ററേച്ചർ മനസ്സിലാക്കുന്ന ഒരു ക്രൗഡും അവർക്ക് ഇതിൻ്റെ ന്യൂവാൻസസ് എല്ലാം മനസ്സിലാവും. മറ്റേ സൈഡിൽ അങ്ങനെ ഒന്നുമില്ല. ദിസ് ഈസ് ജസ്റ്റ് എ കൺസ്യൂമിങ് മീഡിയം. അപ്പോൾ ഇത് ത്രസിപ്പിച്ചില്ലെങ്കിൽ ഇതിന് തെറി പറയുന്ന ഒരു സൈഡുണ്ട്. അവർ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണത്. അവരും അവസാനം ഇഷ്ടപ്പെടും, അവിടെ എത്തും. അത് അൺഡിനേബിൾ ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂടിക്കൂടി വരുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ആ സ്കില്ല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മസ്തിഷ്കർണമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വെരി കോംപ്ലിക്കേറ്റഡ് തോട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലോട്ട് എത്തും. നമ്മൾ സിനിമ ചെയ്തോളൂ, സ്കില്ല് കൂടിക്കൊണ്ടിരിക്കുക. IIT-യിലല്ലേ പഠിച്ചത്? അതെ. IIT-യിൽ നിന്ന് നേരെ സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? ഞാൻ IIT-യിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് സിനിമയിൽ കയറണമെന്ന് കുറേ കാലം ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. FTA ഒക്കെ ഭയങ്കര കോസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. IIT ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് വരും. പക്ഷേ നമ്മൾ ആ എക്സാം ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്ത് റാങ്കൊക്കെ മേടിച്ച് കയറി. അപ്പോൾ ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് അവിടെയും ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിന് 14 ഡേയ്സേ ഉള്ളൂ. ബട്ട് ഐ ഫൗണ്ട് എ ഫാക്കൽറ്റി ദെയർ ഹൂസ് എ ഡിജിറ്റൽ ഫിലിം മേക്കർ, സുദേശ് ബാലൻ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ബോളിവുഡിലൊരു ഇന്റേണൊക്കെ ചെയ്ത് അങ്ങനെ ഇന്റേണൊക്കെ ചെയ്ത് ഇനി തിരിച്ചൊരു ബോളിവുഡിലേക്ക് പോക്കുണ്ടോ? അല്ല, ഐ വാണ്ടഡ് ടു ഡു ഹിന്ദി ഫിലിംസ് അറ്റ് 40. ഞാൻ 40 ആകുമ്പോഴത്തേക്കും ചെയ്യണമെന്ന്. പക്ഷേ എനിക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന്. കാരണം എന്ന് വെച്ചാൽ ദ വേ അവിടുത്തെ ഇൻഡസ്ട്രി ഫങ്ഷൻ ചെയ്യുന്ന നോക്കുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ അതൊട്ടും ഒരു സസ്റ്റൈനബിൾ മോഡലും അല്ല ഇപ്പം പോകുന്നത്. ഇപ്പം നമുക്ക് ഈവൻ ദോ ദ മണി ഈസ് നോട്ട് ദാറ്റ് മച്ച്, നമുക്ക് നല്ല സ്റ്റോറീസ് പറയാനും ഒരു നല്ല എക്കണോമിക്സിൽ മൂവ് ചെയ്യാനും പറ്റുന്ന ഒരു സ്പേസ് ഇപ്പോൾ ഉണ്ട്. ആ സ്പേസിൽ തന്നെ നിൽക്കുന്നതാണ് സേഫ്. അതുപോലെ നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഒരാളാണ് ഇതിനകത്ത് നിർമ്മാതാവ് എന്ന് പറയുന്നത്. അതെ. ഇപ്പോൾ ഇത്തരം സിനിമകളുടെ കാര്യത്തിൽ ഈ കഥ കേൾക്കുമ്പോൾ പലപ്പോഴും ഇതൊന്നും ഇവിടെ വർക്കായില്ല എന്ന് തോന്നുന്ന ഒരു നിർമ്മാതാക്കളാണ്. പക്ഷേ നമ്മൾ അജിത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത്ര ഏത് സിനിമ ഗാനകാരി ഉൾപ്പെടെയുള്ളതിലൊക്കെ അല്ലേ, എങ്ങനെയാണ് ഇത് കൺവിൻസ് ആകുന്നത്? ഇത് കേട്ട് കഴിയുമ്പോൾ അതോ അത് വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു ഗഗൻചാരി അവർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഗഗൻചാരി വർക്കായപ്പോൾ ഇതിനൊരു ഓഡിയൻസ് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി, അവർക്കും അത് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ അടുത്ത മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ആ ഡിസ്കഷനിലോട്ട് തന്നെ പോയി. എന്ന് വെച്ചാൽ ഹൗ ഡു വി ഗെറ്റ് പീപ്പിൾ ടു കം ടു തിയേറ്റേഴ്സ് എന്ന്, അങ്ങനത്തെ ഒരു ഡിസ്കഷനിലോട്ടാണ് പോയി. മോർ ദാൻ ദ കോൺസെപ്റ്റ് പാർട്ട് നമ്മളിതിൻ്റെ വയബിലിറ്റി പാർട്ടാണ് നോക്കിയത്. അപ്പോൾ അതൊരു നല്ല ഫാക്ടറാണ് പ്രൊഡക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്തോ ഈ സാധനവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ ഹിറ്റാവും എന്ന് പറയുന്നതിന് പകരം ഇതാണ് നിങ്ങളുടെ സിനിമ അല്ലേ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യിപ്പിക്കാം, അങ്ങനത്തെ ഒരു ചിന്ത AVF-നുണ്ട്. അപ്പോൾ അത് ഭയങ്കര പോസിറ്റീവാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ തീർച്ചയായിട്ടും ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഈ കഥ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ വർക്കാവുന്ന തീർച്ചയായിട്ടും നമുക്ക് ആൾക്കാരെ തോന്നിപ്പോകുന്നുള്ളൊരു കാര്യമുണ്ട്.
അപ്പോൾ നമുക്കിനി ഇത്തിരി നേരം 27-ാം തീയതി സിനിമ അതെല്ലാവരും കാണുക. എങ്കിലും കുറച്ച് വണ്ടിക്കാരൻ നമ്മുടെ കാര്യമാണ്, വണ്ടിക്കാരത്തിലേക്ക് പോകണല്ലോ. അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ പോകുമ്പോഴത്തേക്കും രാജേഷേട്ടൻ്റെ വീട്ടിൽ 2ാമത്തെ ആക്സിഡൻ്റ് എന്നാണ് നമ്മൾ കേട്ടത്. എന്താ സംഭവിച്ചത്? നമ്മൾ ഒരു അർബേനിയ വണ്ടിയിലാണ് പോകുന്നത് എല്ലാവരും കൂടെ. അപ്പോൾ പോയപ്പോഴത്തേക്ക് ഒരു ബസ് വന്ന്, ബസ് ഭയങ്കര ക്ലോസ് ആയി. ഈ അർബേനിയ നമ്മുടെ ഡ്രൈവർ വണ്ടി ഒതുക്കി, പക്ഷെ എന്നാലും തട്ടി, ബാക്ക് ടെയിൽ ലാമ്പും പൊട്ടി ഒരു ഓരയിൽ. അപ്പം ഇത് വണ്ടി ചെറുതായിട്ട് തട്ടി എന്നുള്ളത് ന്യൂസായി. അപ്പം ബസ് നിഷ്കർമ്മണം ടീം പോകുന്നു, വണ്ടി തട്ടി എന്നുള്ളൊരു ചെറിയ ന്യൂസ് ആയപ്പോഴത്തേക്കും അത് അവിടെ നിൽക്കേണ്ടതിടത്തുനിന്ന് മാറി മണിമുളാജിൻ്റെ പിന്നാലെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആൾക്കാർ വിളിക്കുന്നു, എന്ത് പറ്റി, ജീവനോടുണ്ടോ? ഞാൻ പറഞ്ഞ ജീവനോടുണ്ടെങ്കിൽ ഫോൺ വണ്ടി ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു. അത് എൻ്റെ അടുത്ത് ഒരാൾ അപ്പം ഞാൻ എൻ്റെ വണ്ടി പോലില്ല, ഞാൻ സൈഡിൽ ഫോണിൽ കളിച്ചോണ്ടിരുന്നത് എനിക്ക് ഈ ചീത്ത പേരും കൂടെ വന്നു. ഞാൻ ചില ന്യൂസ് ചാനലിൽ അവിടെയൊക്കെ ഞാൻ പോയി കമന്റ് ഇട്ട് ഞാനല്ല ഓടിച്ചത്, എന്നാലും അതാണ് ആൾക്കാരുടെ ഒരു, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല ആ കമന്റ് ഇട്ടാലും അതിൻ്റെ താഴെ അച്ഛനും മോനും കൂടെ വണ്ടി എടുത്ത് ആൾക്കാർ നെഞ്ചത്തോട്ടാണെന്നാണ്. അപ്പൊ അങ്ങനെ അത് വായിക്കാറുണ്ടാത്തോണ്ടാണോ എന്റെ കമന്റ് വായിക്കാൻ മനസ്സിലാകുന്നത് എന്താണ് പറഞ്ഞിട്ട്? അവരൊന്നും കമന്റ് വായിച്ചിട്ടല്ല, ജനലിലേക്ക് കാലി കയറ്റി വെച്ചിരുന്ന് കമന്റ് ഇടുന്ന ആൾക്കാരാണ്. പോട്ടെ, എനിക്കാണെങ്കിൽ വണ്ടി പ്രാന്തം, വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, വണ്ടി അത്രയും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഈ അപവാദം ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു മറ്റേ വണ്ടി പുള്ളി അതൊരു അതാ CCTV ഫുട്ടേജ് വന്നില്ലായിരുന്നെങ്കിൽ എയറിൽ നിന്ന് തന്നെ ലാൻഡ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നല്ലോ. കാരണം പുള്ളി ഭയങ്കര എനിക്കറിയാവുന്നതാണ്, വളരെ സ്ലോ ആയിട്ട് ഓടിക്കുന്നതാണ്, സേഫ് ആയിട്ട് സ്ലോ ആയിട്ട് പതുക്കെ പോകുള്ളൂ. പക്ഷെ ആദ്യം ഒരു ന്യൂസ് വന്നതൊക്കെ ഭയങ്കര അമിത വേഗത്തിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഫുട്ടേജ് വന്നപ്പോഴാണല്ലോ ആൾക്കാർക്കൊന്ന് അറിയാൻ പറ്റും. പിന്നെ ആളൊന്ന് പേടിച്ചു, ഭയങ്കരമായിട്ട് പാനിക്കായി എന്നുള്ളത്. എന്ത് സംഭവിച്ചു, ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ പല കാര്യങ്ങളും സംഭവിക്കണം. നമുക്ക് ഇവിടെ നിന്ന് പറയാം അതെന്താ അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ അത് സംഭവിക്കുമ്പോഴല്ലേ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥ വരുന്നത്. അല്ല, 2 വീലർ എപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോകാൻ വേണ്ടി സ്പീഡ് എടുത്ത്, അതാണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അവര് മിസ്ജഡ്ജ് ചെയ്തു. ആ ഏരിയ നമുക്കറിയാവുന്ന ഏരിയ കൂടെയാണ് അത്. അവിടെ അധികം സ്പീഡ് പാടില്ലാത്ത സ്ഥലമാണ്, വഴുതയ്ക്കാട് ട്രിവാൻഡ്രം ക്ലബിന്റെ അവിടെ ഒരു സ്ട്രെയിറ്റ് റോഡാണ്, വിസിബിലിറ്റിയും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വലിയൊരു വണ്ടി ഭ്രാന്തനാണെങ്കിൽ ഈ വണ്ടി പോരല്ലോ. അത് അല്ല, ഇത് ആക്ച്വലി 2 വണ്ടി അച്ഛൻ്റെയാണ്. ഞാൻ പടത്തിൽ രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് എൻ്റെ ആഗ്രഹത്തിലുള്ള വണ്ടികളൊക്കെ വാങ്ങിക്കാൻ. നോക്കി പക്ഷേ ഇത് എനിക്ക് ആക്ച്വലി ഹൈക്രോസ് ഭയങ്കര എൻജോയ് ചെയ്യുന്ന വണ്ടിയാണ്. കാരണം ഭയങ്കര ഈസി ടു യൂസ്, മറ്റേ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനും. നമ്മൾ ആദ്യം 7 സീറ്ററാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും വണ്ടി വന്നപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഓടിക്കാനും ആക്ച്വലി 186 bhp ഉണ്ട്. പിന്നെ അത്ര ആ ഒരു ലാഗ് ഇല്ല, കയറി പോകാനും എല്ലാം കൊണ്ടും നല്ല മൈലേജ് ഉണ്ട്. മൈലേജ് എൻ്റെ കൊടുപ്പിനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 14, 15, 16 അങ്ങനെയൊക്കെ 23 ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ അത് കിട്ടുന്നില്ല. എനിക്ക് അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഹൈക്രോസിലല്ലേ? എനിക്കത് ഞാൻ കുറച്ച് എനിക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് വണ്ടി നമ്പർ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനല്ല. അച്ഛൻ പണ്ട് നമുക്കൊരു A4 അല്ല സ്കോഡ, പിന്നെ നമുക്കൊരു A4, ഇതെല്ലാം 1111 ആഡ് ചെയ്യുമ്പോൾ 4 വരണതാണ്. പിന്നെ ഈ നമ്മുടെ GLA ഉണ്ടായിരുന്നത് 4 ആണ്, വോൾവോ 4 ആണ്. അപ്പോൾ ഇതും 4 ആണ്. പക്ഷേ ഇനിയിപ്പം നമ്മൾ മാറ്റി പിടിക്കാൻ എങ്ങനെയാലും ആഡ് ഒക്കെ ചെയ്യുമ്പം 3001 ആണെങ്കിലും ഓക്കെ ആണ്. രജിസ്റ്റർ കാര്യത്തിൽ എന്താ പറ്റിയത്? വണ്ടി ഓടിക്കുന്നില്ലെന്ന് പറഞ്ഞു. സിനിമയിലൊക്കെ വണ്ടി ഓടിക്കേണ്ടി വരികയല്ലേ? അത് ഓടിക്കും, സിനിമയിൽ ഞാൻ ഓടിക്കും. പിന്നെന്താ ഒരു മടിയല്ലേ എനിക്ക്? മറ്റേ പണ്ട് ചെറിയൊരു തട്ടലുണ്ടായിട്ട് അതിനുശേഷം അച്ഛൻ വണ്ടി തന്നില്ല. ഓടിച്ചിരുന്നാണ്? ഓടിച്ചിരുന്നു. വണ്ടി തരാണ്ടായപ്പോഴത്തേക്ക് ഒരു 3-4 വീക്സ് കഴിഞ്ഞ് പിന്നെ വണ്ടി എടുത്തപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. അപ്പോൾ പേടിയായിട്ട് വലിയ അത് അന്ന് ഒരു ലോറിയിൽ നിന്ന് സ്ക്രാച്ച് വന്നു. അപ്പം എനിക്ക് വലിയ ലോറിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, അപ്പം ഞാൻ റോഡിലുള്ളവരെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ല അങ്ങനെയല്ല, പിന്നെ അതിന് ശേഷം എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ആ പേടിയൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഷൂട്ടിന് വേണ്ടി ഞാൻ ഓടിക്കും, പക്ഷെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഏത് വണ്ടിയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ കയ്യിലുള്ളത്? കൃത്യം നടക്കുമ്പോൾ? അങ്ങനെ ഒരു വലിയ കൃത്യമൊന്നുമില്ല, ഒരു സിഗ്നലിന് ചെറുങ്ങനെ ഒന്ന് മൂവ് ആയതാ. സ്വിഫ്റ്റ് ആയിരുന്നു, അച്ഛൻ്റെ സ്വിഫ്റ്റ് ആയിരുന്നു. ശരി. ഏതാണ് ഒരു എന്നാലും വണ്ടികൾ ശ്രദ്ധിക്കാറുണ്ടോ ഇങ്ങനെ വഴിയിലൊക്കെ? ആണോ? ഏത് ഇഷ്ടപ്പെട്ട വണ്ടി? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് മറ്റേ ഇങ്ങനെ ഭയങ്കര ഹൈ റേഞ്ച് പറയണോ, എനിക്ക് റേഞ്ച് റോവർ സ്പോർട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ SUVസിന്റെ ലുക്സ് കുറച്ചും കൂടെ മാസ്കുലിൻ ആയിട്ടുള്ള വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മഹീന്ദ്രയുടെ ഇപ്പം വന്നിരിക്കുന്ന രാഹുലിന്റെ വണ്ടിയൊക്കെ ഫ്യൂച്ചറിസ്റ്റിക്കലി അങ്ങനത്തെ കാണാൻ ഞാൻ ലുക്സ് ആട്ടോ പറയണേ. പിന്നെ ഞാനൊരു വണ്ടീനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് മൈലേജ് എത്രയാണ്. അങ്ങനെയല്ല, എനിക്ക് ഞാൻ അത് ആൾക്കാർ നോക്കണം, ഫ്യൂവൽ എഫിഷ്യൻസി നോക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പം ഒരുപാട് വണ്ടികൾ ഹൈബ്രിഡും EV ഒക്കെ ഇറങ്ങുമ്പോൾ
ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് EV ഇറങ്ങുന്നത് സന്തോഷമില്ല, പക്ഷെ ഹൈബ്രിഡ് ഒക്കെയാണ്. EV വിരുദ്ധനാന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമല്ല. ഐ മീൻ ഇലക്ട്രിഫിക്കേഷൻ അല്ല, ഈ ഓക്കെയാണ് ചിലതൊക്കെ, പക്ഷെ ഭയങ്കരമായിട്ട് ഈ കമ്പനിയുടെ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. നമ്മുടെ കമ്പഷൻ എഞ്ചിൻ ഫാനാണ് ഞാൻ. എനിക്ക് ആ ഡ്രൈവിംഗിന്റെ അത്ര ഡീറ്റെയിൽസ് അറിയാത്തോണ്ട് ഞാൻ ഈ പൊല്യൂഷൻ എങ്ങനെയെങ്കിലും കുറയട്ടെ. ഇതിന്റെ മുകളിൽ തന്നെ സോളാർ പാനൽ വെക്കാൻ പറ്റും, എന്തുകൊണ്ട് വെക്കുന്നില്ല? അല്ല, കൃഷ്ണന്റെ സിനിമയ്ക്ക് പറ്റിയ വണ്ടിയാണ് ഈ B6 അല്ലേ, രാഹുലിന്റെ വണ്ടി. അതെ അതെ അതെ, B6 അല്ലേ? ഇല്ല. നമ്മൾ പിന്നെ ആ റെട്രോ ഫീച്ചേഴ്സും കൂടെ പിടിച്ചോണ്ട് വി ഹാവ് 1953 യൂസ് ചെയ്യുന്ന ഒരു പഴയ വണ്ടി നമ്മൾ എടുത്തായിരുന്നു. പിന്നെ ഒരു പഴയ ബെൻസ് വിൻറ്റേജ്, പിന്നെ ഒരു ബെൻസ് എടുത്തായിരുന്നു. SD ഉണ്ട് നമ്മുടെ കയ്യില്, 2 SD എടുത്തായിരുന്നു. ചേതക്ക് 2046 ആയിട്ട് ആക്ട്രസ് വരുന്നത് റെട്രോ വണ്ടികളിലോട്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇപ്പം ടെസ്ലയുടെ ഇടയ്ക്ക് അവർ പഴയ മോഡൽസിലോട്ട് പുതിയ എൻജിൻസ് വെക്കുന്നൊക്കെ പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സംഭവം, ഒരു പരേഡ് വിത്ത് ഓൾഡ് വെഹിക്കിൾസ്. ഫെറാറി റെട്രോ ഫ്യൂച്ചറിസ്റ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവർ ടെസ്റ്ററോസ് കൊണ്ട് വരുന്നത്. ഇപ്പോൾ ലൂസ് ചെയ്യുന്ന പുതിയ ഫസ്റ്റ് EV വരുന്നത് ഫെറാറിയുടെ. എൻ്റെ അകത്തൊക്കെ പഴയ മറ്റേ സ്റ്റിയറിംഗ് പോലെ അവർ ഇന്റീരിയർ മാത്രം അവർ കാണിച്ചു. തന്നെ ഇപ്പം യൂറോപ്പിൽ പുതിയൊരു നോംസ് വന്നിട്ടുണ്ട്, അതായത് ഫുൾ സ്ക്രീൻ പാടില്ല, ഫിസിക്കൽ സ്വിച്ചുകൾ വേണം. നമ്മൾ വണ്ടി നമ്മൾ ഡിസ്ട്രാക്ട് ആകുമല്ലോ, അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തിരിച്ച് വരുവാൻ. ഈവൻ ക്യാമറാസിലാണെങ്കിലും നമുക്ക് ബട്ടൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് മാറുമ്പോഴും അത് മാറുമ്പോഴും ഒക്കെ നമ്മൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഇൻ്റർഫേസസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മിനിമം ഒരു 26-27 ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം എല്ലാ ഇൻ്റർഫേസും ബ്രെയിനിന് മാപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഇത് ഫിസിക്കൽ സ്വിച്ച് ആകുമ്പോഴത്തേക്ക് അതൊരു വേറൊരു ഫീലിംഗാണ്, വിഷ്വൽ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് മാറും. ഈ സംസാരിക്കുന്ന രീതിയിലൊക്കെ ഒരു അല്ലേ, എന്താ പറയണ്ട, ഒരു പ്രത്യേക രീതിയാണ്. ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം കേട്ടിട്ടുണ്ടോ ഇനി വേറെ എവിടെയെങ്കിലും ചെയ്യാറില്ലേ? കുറെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിച്ചു വിടുന്നതാണ്. അയ്യോ, അത് പറയാൻ വിട്ടു കേട്ടോ. ഇത് നമ്മുടെ ആളാ, അതായത് ജേർണലിസ്റ്റ് ആണ്, മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ജേർണലിസം കഴിഞ്ഞിട്ട് ഒരു തരത്തിലും ജേർണലിസ്റ്റിലേക്ക് പോയേയില്ല. ഞാൻ ആദ്യം എനിക്ക് അവിടെ ഡൽഹിയിൽ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ റിപ്പോർട്ടറായിട്ട് കിട്ടി. പക്ഷെ ആ സമയത്ത് എനിക്ക് അപ്പോഴത്തെ ഉള്ള ഒരു മീഡിയയുടെ, അപ്പത്തൊട്ട് ഇപ്പോൾ ഉള്ള ഒരു മീഡിയയുടെ ഒരു സ്റ്റാൻഡും അറിയാലോ. അപ്പം മൊത്തത്തിൽ അതിനോട് എനിക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ജേർണലിസത്തിലോട്ട് കയറാൻ റെഡി അല്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒപ്പീനിയറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് വിജയിങ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് വിജയിങ്ങിലോട്ട് വന്നത്. പിന്നെ അവിടുന്ന് സിനിമയിലോട്ട് വരുമായിരുന്നു. ഇപ്പം ഇല്ല, ഇന്നത്തെ ഒരു പ്രസന്റ് ക്ലൈമറ്റ് ഇല്ല. പക്ഷെ എനിക്കൊന്ന് ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റുകളുടെ ആർട്ടിക്കിൾസ് വായിക്കാനും അങ്ങനെ അത് ഇപ്പോഴും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമ്മളിപ്പം ഒരു ന്യൂസ് റീഡിംഗ് ആണെങ്കിലും അതിനെ ഡ്രാമറ്റൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് എൻ്റെ ഒരു എന്താ പറയാ ടേസ്റ്റ് അല്ല എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എങ്ങനെ ഒരു ജേർണലിസ്റ്റ് നിലയ്ക്ക് ബേസിക്കലി ജേർണലിസ്റ്റ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതൊക്കെ അങ്ങനെയൊക്കെ വായനകളും അതൊക്കെ മാക്സിമം ആവാൻ പറ്റുന്നത്ര അവെയർ ആവുന്നുണ്ട്. പിന്നെ എന്താന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇൻഫർമേഷൻ ഇല്ലായ്മയിൽ നിന്ന് നമ്മളിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലോട്ട് പോകുന്നു എന്നുള്ളൊരു ആ ഫറ്റീഗ് ആണ്. ആ ഒരു ഫറ്റീഗ് ആ ഒരു ഫറ്റീഗ് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വേണ്ട സാധനത്തിനെ കുറിച്ച് മാത്രം റിസർച്ച് ചെയ്ത് പിന്നെ എന്താണെന്നറിയാം, നമ്മളൊന്നുമില്ല. ഇപ്പൊ ഞാൻ നിരഞ്ജൻ പറയാം നാളെ ഗോവയ്ക്ക് ട്രിപ്പ് പോയാലോ എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ ഫോൺ ഓപ്പൺ ചെയ്താൽ പിന്നെ അതിന്റെ പരസ്യം വരത്തുള്ളൂ. എല്ലാം ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വരും കാർ, എന്താണ് കൃഷ്ണന്റെ അടുത്ത സിനിമ? അതായത് മലയാളികൾ സ്ഥിരം കണ്ടുവരുന്ന പരമ്പരാഗത സിനിമകൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല കൃഷ്ണന്റെ നിന്ന്. അല്ല, ഞാൻ അതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാം കൂടെ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ എവിടെയോ ഇതിങ്ങനെ അങ്ങ് ആവും. ഞാൻ ഇതിനെ അങ്ങ് എംബ്രേസ് ചെയ്ത് ചിലപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ നമ്മുടെ ആർട്ടിൽ വരാൻ പറ്റുന്ന തന്നെ ഭയങ്കര ലക്കാണ്. അത് ഭയങ്കര അത് എംബ്രേസ് ചെയ്യാൻ ഏറ്റവും സേഫ്. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാ? എനിക്ക് ഭരതൻ സാറിന് ഭയങ്കര ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റാണ് ഭരതൻ സാറ്. പിന്നെ പ്രിയദർശൻ സാറ്, ലൈക്ക് ഐ തിങ്ക് ഹി ഈസ് ദ ബെസ്റ്റ് ബ്ലോക്കിംഗ് വൈസ് മലയാളത്തിൽ. ഷാജി കൈലാസും സാറും പ്രിയദർശൻ സാറുമാണ് ബ്ലോക്കിംഗ് വൈസ് എന്ന് വെച്ചാൽ ലൈക്ക് ഹൗ ടു പ്ലേസ് ആർട്ടിസ്റ്റിന് ഇതും
ഓരോ ഷോട്ടിലും ക്യാമറ മൂവ്മെന്റുകളൊക്കെ ഷാജി കൈലാസൊക്കെ ചെയ്ത് കളയും. അത് ഭയങ്കര രസമാണ്. അത് പൃഥ്വിരാജൻ ചെയ്യുന്നുണ്ട് ഇതില്, ലൂസിഫർ 1 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവര് പിന്നെ അല്ലാതെ ദിലേഷ് പോത്തൻ ഹൗ ഹി ഹാൻഡിൽസ് ആക്ടേഴ്സ് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. യങ് ഫിലിം മേക്കേഴ്സിൽ എനിക്കിപ്പം ഇയാളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടറിന് ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ കുറച്ച് നല്ല ഡയറക്ഷനാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. നിരഞ്ജൻ്റെ കാര്യത്തിലോ? ഡയറക്ടേഴ്സ് ഞാൻ കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് കൃഷ്ണേട്ടൻ ഓൾറെഡി ഉണ്ട്, അത് ഞാൻ ക്രാക്ക് ചെയ്തു, ഞാൻ മെസ്സേജ് കിട്ടി എനിക്ക്. അല്ലാതെ ഇതുപോലെയാണ് ചിദംബരം. പിന്നെ പിന്നെ പണ്ട് തൊട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഭരതൻ സാറ്, പിന്നെ ഷജീറ സംഘള്, പിന്നെ ഫാമിലി ഫ്രണ്ടും കൂടെയാണ്. അച്ഛൻ അഭിനയിക്കുന്ന പടങ്ങളും അങ്ങനെ എല്ലാം കണ്ടതാണ്. മലയാളത്തിൽ എല്ലാ നല്ല സിനിമ എടുക്കുന്ന എല്ലാ ഡയറക്ടേഴ്സിനെയും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അവരുടെ പടങ്ങളാണ് ഞാൻ നോക്കുന്നത്. അവരുടെ മോശം സിനിമേനെ ഞാനങ്ങ് മറക്കും. നല്ല സിനിമകളെല്ലാം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും, ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ഒരു സിനിമാ വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പണ്ടുകൂടെ സിനിമ തന്നെയായിരുന്നു മനസ്സിൽ. എനിക്ക് ആദ്യം ഒരു കുട്ടിക്കാലത്ത് പീഡിയാട്രിഷ്യൻ എന്നൊരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് പീഡിയാട്രിഷ്യൻ എന്ന വാക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വാക്ക്. പക്ഷെ അതൊരു 5ാം ക്ലാസ് കഴിഞ്ഞാൽ മനസ്സിലായിട്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല വാക്ക്, അപ്പോൾ കൊള്ളാം. ആരെയൊക്കെ പറഞ്ഞാൽ പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് അതൊരു ആ രീതിയിൽ പോയിട്ട്, പക്ഷെ പിന്നെ നന്നായിട്ട് പഠിക്കണമെന്ന് മനസ്സിലായ സമയത്ത് ഞാൻ മനസ്സിലാക്കി അത് വേണ്ട. അപ്പം പിന്നെ എന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് എൻ്റെ ചേട്ടനാണ്. പുള്ളിയാണ് എന്നെ ഇഷ്ടംപോലെ പടങ്ങളും കുറേ ഈ വെളിയിൽ നിന്നുള്ള സിനിമകളെല്ലാം കാണിച്ച് അങ്ങനെയാണ് ഞാൻ ഇൻസ്പയർഡ് ചെയ്തത്. അപ്പം അച്ഛനെ കണ്ടല്ല ആക്ച്വലി, ശരിക്കും ചേട്ടനാണ് അങ്ങനെ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ അങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ അച്ഛൻ്റെ സിനിമകളിൽ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ നിരഞ്ജന് പ്രിയപ്പെട്ടത്? ഒബ്വിയസ്ലി എല്ലാവരും പറയുന്ന ഒരു ആൻസർ ഇത് തന്നെ ആയിരിക്കും. മിന്നാരത്തിൽ ആ ഒരു മല, പിന്നെ അല്ലാതെ ബോയിങ്ങിലെ ക്യാരക്ടറുണ്ട്. പിന്നെ ചിത്രത്തിൽ ചെറുതായിട്ട് വന്നു പോകുന്നൊരു സാധനമുണ്ട്. പിന്നെ അക്കരന്ദരുമാരൻ, അച്ഛൻ ഹീറോ ആയിട്ട് അഭിനയിച്ച ഭയങ്കര ഹിറ്റായ ഒരു പടമാണ് അക്കരന്ദരുമാരൻ. അപ്പം അങ്ങനെ ഇഷ്ടമാണ് പുള്ളിയുടെ ഒരു സാധനമുണ്ട്. അപ്പം എനിക്ക് 4 സംഘത്തിൽ ചെറിയ അവിടെ ഇവിടെയൊക്കെ അത് അച്ഛൻ്റെ ഒരു സാധനം. ഇതിനൊരു സീനുണ്ട് ഇവർ തമ്മിൽ. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എവ്രി വൺ അത് അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ അത് മാറ്റാനും പോകണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അച്ഛൻ തന്നെ DNA ഒക്കെ അല്ലേ, നമ്മൾ വെറുതെ മാറ്റി പിടിക്കാം. അപ്പോൾ സിനിമയിലേക്ക് വരുന്നു കേട്ടപ്പോൾ അച്ഛൻ സമ്മതമായിരുന്നു ആ സമയത്ത്? അതോ പഠിച്ച് അക്കാഡമിക് ഫൗണ്ടേഷൻ വേണം എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെയാണ് ഞാൻ ഈ BCom കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് എടുത്തു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ ലണ്ടനിൽ നിന്ന്. അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം അക്കാഡമിക് ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെ എൻ്റെ ഈ പാഷൻ ഇതാണ്, എൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ അതിൽ അച്ഛൻ വേറെ പരിപാടികളൊന്നും വിളിച്ച് പറയുക അങ്ങനെയുള്ളതൊന്നുമില്ല. അതൊരു ജേർണി. ഇപ്പോൾ ചെയ്തത് കമ്പാരിറ്റീവ്ലി നമ്മുടെയൊക്കെ ജേർണി ഭയങ്കര എളുപ്പമില്ല. അച്ഛനൊക്കെ അന്നത്തെ കാലത്ത് ഒരു ആൽബം കൊണ്ട് ചെന്നൈ മൊത്തം നടക്കുന്നതിനെക്കാട്ടിയും നമുക്കിപ്പോൾ മെസ്സേജ് അയക്കാം ഡയറക്ടേഴ്സിന്, ഹോപ്പിങ് അവർ കാണും. അന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വിളിക്കാം, എന്തുവേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒരു നിൻ്റെ ജേർണിയാണ്, എങ്ങനെയും എത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രജിസ്റ്റർ എഴുതി പേരാമ്പ്ര എന്ന് പറയുന്നൊരു ഉൾനാടൻ സ്ഥലത്ത് നിന്നും ജേർണലിസം പഠിക്കാൻ ഡൽഹിയിൽ പോകുന്നു. ഈ സിനിമ എപ്പോഴാണ് മനസ്സിൽ വന്നത്? ഞാൻ കൂടുതലും പഠിച്ചത് വളർന്ന നോർത്തിൽ. എൻ്റെ അച്ഛനെ പട്ടാളത്തിലായിരുന്നു. അപ്പം അങ്ങനെ എനിക്കൊന്ന് അതുകൊണ്ട് തന്നെ ഈ യാത്രകൾ ഒരുപാട് ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് പോയി. അപ്പം ഈ ചെറുപ്പനാളിലോട്ട് തന്നെ മലയാളം കൂടാതെ ബാക്കി ഭാഷകളിലെ സിനിമകളും കണ്ടപ്പോൾ സിനിമ കാണുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, സിനിമ കണ്ട് വളരുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മളുടെ ഉള്ളിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇതൊന്ന് ഇനാക്ട് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുന്ന ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്തൊക്കെ ഒരു ഉള്ളിൽ എന്തോ ഒരു ആഗ്രഹം സിനിമേനോട് പൊതുവെ 90% ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതൊരിക്കലും നടക്കൂല. അത് എങ്ങനെ നടക്കാനോ, കുടുംബത്തിലെ ആരുമില്ല സിനിമ, ഇല്ല സിനിമയായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ഇങ്ങനെയുള്ള ഈ പട്ടാള ജീവിതമൊക്കെ ആകുമ്പോഴത്തേക്കും മലയാള സിനിമ കൃത്യമായിട്ട് അതെ, അമ്മയാണ് എന്നെ വീട്ടിലാണ് മലയാളം പഠിപ്പിച്ചതൊക്കെ. അപ്പം എനിക്ക് അക്കാഡമിക്സിൽ ഭയങ്കര സ്ട്രോങ് ആവണമെന്ന് ഭയങ്കര എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയായിരുന്നു. അപ്പം പഠിക്കുക, ഡോക്ടറാവുക എന്നുള്ളതിനേക്കാൾ വേറൊന്നും ചിന്തിക്കാൻ നമുക്കൊന്നും സ്കോപ്പ് പോലും ഇല്ല. അങ്ങനെ ഒന്ന് ഡ്രീം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഇല്ല. അപ്പൊ പിന്നെ നടക്കത്തുമില്ല.
ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഇഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ട്. എങ്ങനെയോ ഞാൻ അവിടെ എത്തിപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ വിജയിങ് തുടങ്ങിയപ്പോ തന്നെ ആ സമയത്ത് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നുമില്ല. എനിക്കൊന്ന് ഒന്നുമില്ലെങ്കിൽ വനിതയുടെ ഒക്കെ കവർ ഗേളായിട്ട് വന്ന അല്ലെ കലാതിലകം മാറി പിന്നെ സ്പോട്ട് ചെയ്യുന്നത് വനിതയുടെ കവർ ഫോട്ടോ, പിന്നെ വിജയിങ് ആയി. എനിക്കൊന്ന് ഒരുപാട് പേര് ഇപ്പം നസ്രിയ, പാർവതി, രമ്യ എല്ലാവരും, നയൻതാര എല്ലാവരും വിജയിങ് എന്നാണല്ലോ വരുന്നത്. അപ്പൊ ആ സമയത്ത് ആങ്കർ ചെയ്യുന്നവര് നോട്ടീസ് ചെയ്യപ്പെടുകയും അവർക്ക് ഓഫേഴ്സ് വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് ഇത് ഇഷ്ടമായിരുന്നു വിജയ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് റഹ്മാന്റെ കോള് വരുന്നത് അനുരാഗിരിക്കുന്ന വെള്ളത്തിലേക്ക്. ശരി, എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ചോദ്യം ചോദിക്കാം. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രാധാന്യം കുറയുന്നുണ്ടോ അതോ കൂടുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ടെക്നിക്കലി, അതായത് കുറച്ചും കൂടെ ടെക്നിക്കൽ സൈഡിൽ ഞാൻ കുറച്ചും കൂടെ ആൾക്കാരെ കാണുന്നുണ്ട്. പണ്ട് മേക്കപ്പ് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ലിമിറ്റഡ് ആയി പോയ അടുത്ത് നിന്ന് ഇപ്പം ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിലും ഗേൾസ് കൂടുതലും വരുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നമ്പർ ഓഫ് ടേൺ ഔട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനിയും ഒരുപാട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. കുറേ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. പക്ഷേ റൈറ്റിങ്ങിൽ സത്യമാണ്, അത് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ട്. പക്ഷെ ക്യാരക്ടർ റൈറ്റിംഗിൽ എല്ലാവർക്കും അത്ര ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് എഴുത്തിൽ സംഭവിച്ച മാറ്റമാണ്. കഴിഞ്ഞ കുറച്ച് എനിക്കൊരു 2-3 years ആയിട്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ റൈറ്റിംഗ് കുറച്ച് ഡൗൺ ആണ്. അത് തന്നെയാണ്. ഞാൻ ഈ KPSC വെച്ച് മരിക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മളൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. മലയാള സിനിമയിൽ ഇപ്പം നായകന്മാർ വരുമ്പോഴേ പറയും ഞാൻ തന്തയില്ലാത്തവനാണെന്ന് പറയും. പിന്നെ നമുക്കൊരു പ്രാധാന്യമില്ല. അല്ല, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം അമ്മ ക്യാരക്ടേഴ്സ് ഇല്ല, സിസ്റ്റർ ക്യാരക്ടേഴ്സ് ഇല്ല, ഫ്രണ്ട് ക്യാരക്ടേഴ്സ് ഇല്ല. ഇപ്പം ഒരു ഫീമെയിൽ ലീഡ് എന്ന് പറഞ്ഞ നായകന്റെ പേരായിട്ടുള്ള ഒരു ആക്ടേഴ്സ് അല്ലാണ്ട് പണ്ട് ലളിതാമ്മയും സുകുമാരി ചേച്ചിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ക്യാരക്ടർ ഇപ്പം അത് കുറവാണ്. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എഴുത്തിലേക്ക് പോകരുത്. ഒരു സിനിമ എഴുത്ത് എന്താണ് ഒരു എഴുതും സ്ക്രിപ്റ്റ് ഒക്കെ എഴുതും, കഥ എഴുതും. ഞാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എത്രമാത്രം ഞാൻ ഒരു ഐഡിയ ഒക്കെ ഇങ്ങനെ കൃഷാന്തുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോയട്രി പോയട്രി കുറച്ച് വലിയതൊന്നും അല്ലെങ്കിൽ എൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ച് ഞാൻ എന്തൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഭിനയം മാത്രമല്ല, ഇതിന്റെ പുറകെ നടക്കുന്ന ആക്ടിവിറ്റിയും എനിക്ക് കാണാനും പഠിക്കാനും ഇഷ്ടമാണ്. ആണല്ലേ? അപ്പോൾ ഈ ഞങ്ങളൊക്കെ പേടി എന്താ പറയുക, ഈ സ്ത്രീകൾ സിനിമ എഴുതുമെന്ന് പറയുമ്പോൾ ഈ പുരുഷ വിദ്വേഷവും അത്ര ഒരു ഫെമിനിസ്റ്റ് സ്ഥാനത്തിലേക്ക് പോകും. അങ്ങനെയല്ലേ? കാരണം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് സ്റ്റെഫി. ഇപ്പൊ സ്റ്റെഫി ചെയ്ത മധുര മനോഹര മോഹത്തില് ഞങ്ങള് അഭിനയിച്ചു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ ഫണ്ണി ഫിലിം എടുത്തു. അതില് കോഴിയായിട്ടുള്ള ഒരു നായികനെ, പിന്നെ ലേമാൻ ടേംസ് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉള്ള ഒരു നായികനെ പുള്ളിക്കാരി പോർട്രേ ചെയ്തു. കാരണം അതും റിയാലിറ്റിയാണ്, അതും ഫണ്ണാണ്. അപ്പം ഇപ്പൊ അഞ്ജലി മേനന്റെ ബാംഗ്ലൂർ ഡേയ്സ് ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ ഫിലിം. എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരുമാണ് കൃത്യമായും സാധാരണ സിനിമയുടെ പാതയിലേക്ക് പോകുക, അല്ലാതെ ഈ ഫെമിനിസത്തിലേക്കൊന്നും പോകാതെ. നമ്മളെല്ലാവരും ഫെമിനിസ്റ്റുകളല്ലേ? ഫെമിനിസം എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ലേമാൻ ടേംസിൽ പറയാന്ന് ഞാനും നിരഞ്ജും കൃഷ്ണൻ നമ്മളെല്ലാവരും ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആരാണെങ്കിലും ഫെമിനിസ്റ്റുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് സിനിമ, ആന്റി ഫെമിനിസ്റ്റ് സിനിമ എന്നുള്ളതൊന്നും അല്ല. സിനിമയാണ്. സിനിമയിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ ഉണ്ടാവും, ആർട്ട് ഹൗസ് സിനിമകൾ ഉണ്ടാവും. നമ്മളുടെ പൊളിറ്റിക്സ്, നമ്മൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സ് പലരും വെക്കുമായിരിക്കും. അപ്പം അത് ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ ഏത് ടൈപ്പ് ഓഫ് ഫിലിം എടുക്കണം എന്നുള്ളത്. അല്ല, അതിങ്ങനെ ഈ ഇമ്പോസ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ഈ പ്രശ്നം. ഈ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നാച്ചുറലി അത് അങ്ങനെ ഒരു മിക്സ് ചെയ്ത് പോയാൽ കുഴപ്പമില്ല. നമ്മൾ പലപ്പോഴും അല്ലാതെ അത് കുറച്ചതിൻ്റെ റീഡിങ്സ് ഒക്കെ വായിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ശരി ഇപ്പം ഈ ഒപ്പീനിയൻ മാറുമായിരിക്കും. നമുക്കത് അത് ഈഗോ ആയിട്ട് പറയില്ല. എനിക്കും അത് നമ്മൾ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് ഏജൻസി ഇല്ല. ഇപ്പം ആഗ്നസ് വെർഡ എന്നൊക്കെ പറയുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ഫിലിംസിലാണ് ഫീമെയിൽസ് റെപ്രസെൻറ്റഡ് ഇൻ സിനിമ വരുന്നത്. അല്ലാതെ ഒരു ഭയങ്കര മെയിൽ സെൻറ്റേർഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് ഹീറോസ് ജേർണി എന്നാണ് പറയുന്നത് തന്നെ. ഇതിന് നായക പര്യടനം എന്നാണ് പറയുന്നത് തന്നെ. അപ്പോൾ ഒരു സിനിമയുടെ പേര് കിട്ടി, നായക പര്യടനം. അപ്പം അത് കാരണം സ്ത്രീകൾക്കും സ്റ്റോറീസ് ഉണ്ടെന്ന് പറയുന്ന അത് ഓൾമോസ്റ്റ് മെന്നാണ് എഴുതിക്കൊണ്ടത്. റിൻ ബ്രൊക്കോഷ് എന്നൊക്കെ പറഞ്ഞ നല്ല സിനിമകളൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ സ്റ്റോറീസ് മെൻ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടത്. ഇപ്പം മെന്നിനും മനസ്സിലായി ദാറ്റ് ഈ സ്റ്റോറീസിൽ ഇവരുടെ ജേർണി പറയുമ്പോഴത്തേക്കും ഇവരുടെ ട്രാപ്പുകളും അല്ലെങ്കിൽ സിസ്റ്റം ഇവരെ ഒതുക്കി വെച്ചേക്കുന്നതൊക്കെ പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇടികിട്ടുമെന്ന്. അല്ല എന്ന് വെച്ചാൽ അല്ലാതെ ജെന്യുവിനായിട്ട് നമുക്ക് ഫീമെയിൽസിൻ്റെ അടുത്ത് അങ്ങനെ ഫീൽ ചെയ്യാൻ എംപത്തൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ മെന്നാണ്. അപ്പം പക്ഷേ സ്റ്റിൽ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇത്
ഭയങ്കരമായിട്ട് ഇപ്പോൾ ജിയോ ചേട്ടൻ്റെയൊക്കെ സിനിമയിലൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് വീട്ടിലൊക്കെ ഞാൻ കുക്ക് ചെയ്യും, വൈഫിൻ്റെ ഹെൽപ്പൊക്കെ ചെയ്യും. അമ്മേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മറ്റേ കാലും വെച്ചിട്ട് സാമ്പാറിൻ്റെ ഉപ്പ് ശരിയല്ലെങ്കിൽ കഴിക്കത്തില്ല. അത് അപ്പം ഗ്രേഡിങ് കിച്ചൺ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അത് ചെയ്യണ്ട. അത് ലൈക്ക് അത് നമുക്കും ഒരു ഐ ഓപ്പണറാണ്. അപ്പം രജിസ്റ്റർ സംവിധാനം താല്പര്യമുണ്ടോ അതോ എഴുത്താണോ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെ ഒന്നും എന്തെങ്കിലും ഒന്ന് വൃത്തിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കഴിവ് എനിക്ക് വരുന്ന തോന്നുന്ന ഒരു ദിവസം അല്ല, പക്ഷേ സ്റ്റോറി ടെല്ലർ ആണ് ബേസിക്കലി. ഇപ്പൊ നമ്മൾ ഡയലോഗ്സിലും ടെക്സ്റ്റ് ഒക്കെ ഇവരുടെ രീതിയിൽ തന്നെ അതിൽ ജഗദീഷ് സാർ ചെയ്യുന്ന പോലെ ആഡ് ഓൺസ് ചെയ്യും. അത് സെൻസിബിളായിട്ട് തന്നെ ചെയ്യും കേട്ടോ. അത് ഭയങ്കര രസമാണ്, അത് സെൻസിബിളായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എളുപ്പമാണ് എന്ന് വെച്ചാൽ അതിന്റെ റൈറ്റിംഗ് ആയിട്ട് വരും. ജഗദീഷ് സാർ ചെയ്യും, ഇദ്ദേഹം ചെയ്യും, ഇവരെല്ലാരും ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ ഈ കോമഡി ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഞാൻ ഒരു 500 എറിഞ്ഞു നോക്കും, 10 കിട്ടും. അതിലും കൂടുതലൊക്കെ കിട്ടാം. കൃഷ്ണന്റെ അടുത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാം, പുള്ളി തന്നെ പറയും അത് ഞാൻ ഗിഡിലാണെന്ന് പറയും. പിന്നെ പുള്ളി തന്നെ പറയും വളരെ മോശമാണ്, ഇത് ഗുഡാണ് മാൻ, ഗുഡാണ്. ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ വീണ്ടും വരും. പുള്ളി ഓക്കെ പറയും. എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഇത്തരം ആഗ്രഹങ്ങളുണ്ടോ ഒരു സ്ക്രിപ്റ്റ് സിനിമ? തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ ഞാൻ പഠിക്കുകയാണ് എങ്ങനെയും. അല്ല അങ്ങനെ ആവില്ല, പുള്ളിയുടെ ഗൈഡൻസിൽ തന്നെ എന്തെങ്കിലും ചെയ്യുള്ളൂ. പക്ഷേ അല്ല, എനിക്ക് അങ്ങനെ ഡയറക്ഷനും എഴുത്ത് തന്നെയുള്ള എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, ഒരു റെസ്റ്റ്ലെസ് നേച്ചറാണ്. അപ്പം എനിക്കിങ്ങനെ ഇരുന്ന് എഴുതാനൊന്നും അങ്ങനെയുള്ള, പക്ഷെ മൈൻഡിൽ കുറേ ഐഡിയാസ് വരും. പക്ഷെ അത് ഇങ്ങനെ ഐഡിയാസ് വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ മസ്തിഷ്ക പഠനത്തിൽ സ്ക്രിപ്റ്റ് കേട്ടത്. അപ്പം ഞാൻ ഞെട്ടി, ദൈവമേ നമ്മുടെ ഐഡിയാസ് അല്ല, അതൊന്നും ഐഡിയാസേ അല്ല, ഇതാണ്. അല്ല, ഞങ്ങള് ശരിക്കും ഞെട്ടിപ്പോയതാണ്. എനിക്ക് നിരഞ്ജൻ ഇത് ആദ്യം എന്നെക്കാളും മുന്നേ കേട്ടത്. നിരഞ്ജ് വിളിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കൃഷാന്ത് വിളിക്കും, ഭയങ്കര ഒരു കിടിലം പരിപാടിയുണ്ട്. ഓക്കെ, അപ്പൊ കൃഷാന്ത് വിളിക്കുന്ന പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം അദ്ദേഹത്തിന്റെ തോട്ട്സ് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അദ്ദേഹം വന്നു, നമ്മളിങ്ങനെ ഞാനിങ്ങനെ എന്നിട്ട് അന്ന് എൻ്റെ അടുത്തൊരു 3-4 സാധനം പറഞ്ഞു. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള വേറെയും കുറെ തോട്ട്സ് നമ്മൾ കുറെ നേരം സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ എല്ലാം ഭയങ്കര കിട്ടില്ല. പക്ഷെ മസ്തിഷ്ക മരണം ഇസ് സോ യുണീക്ക്. അതായത് ഇത് നമ്മളുടെ സിനിമ അല്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു തോട്ട് വേറെ പലയിടത്തുനിന്നും കേട്ടാലും എൻ്റെ അമ്മ ഇത് ഭയങ്കര കിടിലൊരു തോട്ടാണല്ലോ നമുക്ക് തോന്നുമല്ലോ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴാണോ നമ്മളുടെ തോട്ടൊന്നും ഒരു തോട്ടേ അല്ല. സത്യം. എന്നാലും നിരന്തരമായിട്ട് മലയാളികൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ വണ്ടി ഞാനിപ്പോൾ ശ്രദ്ധിച്ചു, ഒരു ചെറിയ വണ്ടിയിലാണ്, വലിയ വണ്ടി പ്രാന്തനല്ലേ, എന്താണ് സംഭവം? എനിക്ക് വണ്ടി പ്രാന്തൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അറിയത്തില്ല. ഡിഫൻഡർ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മൈലേജ് 5-6 ഉള്ളൂ. പുതിയ സിയറ ഭയങ്കര ലൈക്ക് ഡിസൈൻ വൈസ് നല്ലതാണ്, പക്ഷെ എല്ലാ റിവ്യൂസിലും ഇലക്ട്രിക്കൽ പ്രോബ്ലംസും അതും ഇതൊക്കെ പറയുന്നത്. ഫസ്റ്റ് എടുത്ത് അപ്പൊ ഇത് ഒരു 1 ഇയർ അത് പോകുന്നത് നോക്കിയിട്ട് ഒരു സിയറയുടെ മോഡൽ എനിക്ക് താല്പര്യമുണ്ട്. എന്നുവെച്ചാൽ ലൈക്ക് അല്ല, ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയൊക്കെ കൂടുതൽ എൻ്റെ വൈഫാണ് ഈ വെഹിക്കിളിന്റെ സ്പെക്കൊക്കെ മനസ്സിലാക്കുന്നത്. ഈ ഞാൻ ഡിസൈൻ മാത്രമേ നോക്കത്തുള്ളൂ. പിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് തന്നെ യങ്ങായിട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ലൈസൻസ് കിട്ടാൻ വേണ്ടി. പക്ഷേ ലേറ്റ് 32-33 ഞാൻ വീണ്ടും ഡ്രൈവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ഇപ്പം ഡ്രൈവിങ് എൻജോയ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അളവ് പോലെയൊക്കെ എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ്. അതെ. പക്ഷെ കൃഷാന്ത് എന്തെങ്കിലും വണ്ടി മാറ്റണം, ഒരു ക്യാമ്പർ വാൻ പോലത്തെ ഒരു വണ്ടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു. കാരണം ഷൂട്ടിങ്ങിന്റെ സമയത്ത് പകുതി ജീവിതവും വണ്ടി തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ കാറ് കാണുമ്പോൾ തന്നെ, കാരണം ഉറങ്ങത്തില്ല, ഈ മൾട്ടി ടാസ്കിങ്ങിന്റെ ഒരു ഇതുള്ളതുകൊണ്ട്. അപ്പം പുള്ളിനെ എഡിറ്റ് ചെയ്യും, പുള്ളിനെ ആർട്ടും ചെയ്യും, പുള്ളിനെ ഡയറക്റ്റ്, അറ്റ്ലീസ്റ്റ് മസ്തിഷ്ക മരണത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവം വെച്ചാൽ, അപ്പോൾ ആർട്ട് നാളത്തേക്കുള്ള ആർട്ട് സെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പോകണം. അപ്പം ഷൂട്ട് കഴിഞ്ഞ് ഇന്ന് പോയിട്ട് പുള്ളി അവിടെ പോയി എഡിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വരുമ്പോഴത്തേക്ക് അന്ന് ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 2 മണിക്കൂർ ഉറങ്ങുക. അപ്പോൾ 2 മണിക്കൂർ ഉറങ്ങി വന്നിട്ട് ഈ നമ്മൾ ലഞ്ച് ബ്രേക്കിന്റെ സമയത്തൊക്കെ കിട്ടുന്ന ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ പിന്നെയും കാറിൽ പോയി ഉറങ്ങും. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ മേക്ക് ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ഉറങ്ങാനും കൂടെ സ്പേസ് ഉള്ള ഒരു വണ്ടി എടുക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു കൃഷ്ണന്റെ രീതി വെച്ചിട്ട് ഓടിക്കാതിരിക്കുന്നതല്ല, പല ഈ പറഞ്ഞ മൾട്ടി ടാസ്കിങ്ങും പല ചിന്തകളും ഒക്കെ ഉള്ളത്. ഇപ്പം അത് നല്ല രസമായിട്ട് ഈ ആൻറ്റി ആങ്സൈറ്റി മരുന്നെടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ ബ്രെയിൻ ഭയങ്കര
ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലിയർ ആണ്. അല്ലേ? എനിക്ക് പോഡ്കാസ്റ്റ് ഒക്കെ കേട്ടുണ്ട്. മറ്റേത് പോഡ്കാസ്റ്റ് നമ്മൾ ഒരു 1000 സ്ഥലത്തൊക്കെ പോയിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഓടിക്കുന്ന ആ സാധനം മാറിയിട്ട് റോഡ് കണ്ട് തന്നെ ഓടിക്കുന്നത്. അയ്യോ അതല്ലാതെ ഓടിച്ചിരുന്ന കാലമുണ്ട്. ഞാൻ കേറിയിട്ടുണ്ട് കൂടെ. അല്ലേ, എല്ലാരും അങ്ങനെയല്ലേ ഓടിക്കുന്നത് അല്ലേ? മസ്തിഷ്കമരണം സംഭവിക്കാൻ രക്ഷമുണ്ട്. അല്ല ഇതിപ്പോ ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു സമയത്തുള്ളൂ? ആ സമയത്തേ ഉള്ളൂ, അല്ലാത്തപ്പോൾ ഇല്ല. ആ സമയത്ത് കുറേ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം എല്ലാം ആ സമയത്ത് ഞാൻ ഹൈ ഫങ്ഷനിലാണ്. അപ്പോൾ എനിക്ക് എല്ലാം ഡീൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ഇച്ചിരി വേസ്റ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ സൈഡിൽ കൊണ്ട് വെച്ചേക്കാൻ പറ്റുന്ന അത് ബേസിക്കലി ഇങ്ങനെ നാരങ്ങ ഓറഞ്ച് ഇങ്ങനെ പിഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് തിരിച്ചു വരാനുള്ള 6-7 months അത്രയും ഉപയോഗമില്ലാത്തൊരു. അപ്പൊ ഈ 27ലേക്ക് അടുക്കും തോറും ആങ്സൈറ്റി കൂടുവോ? മരുന്ന് കൂടുതൽ കഴിക്കുമോ? അറിഞ്ഞൂടാ. പക്ഷേ ഈ കോംപ്ലിക്കേറ്റഡ് ഫിലിംസ് വരുമ്പോഴത്തേക്കും സോ വൺ ഫാക്ടർ ഇസ് ദറ്റ് ഞാൻ ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ഒരു പ്രൊഡ്യൂസർ ഫിലിം മേക്കറാണ്. അപ്പം ഐ വിൽ നോട്ട് ക്രോസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിംഗ്, ഐ വിൽ നോട്ട് ക്രോസ് ദ ബഡ്ജറ്റ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഈഗോ സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസ് ചെയ്ത് പ്ലാനിങ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നു എന്നുള്ളൊരു ഫിലിം വരും. അപ്പം ഇതിന് പ്ലാനിങ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. എക്സൽസ് അപ്ഡേറ്റ് ചെയ്യണം, ഇതിൻ്റെ എറർ ആൻറ്റിസിപ്പേഷൻ ചെയ്യണം, എന്തൊക്കെ എറർ വരാം എന്നുള്ള ആൻറ്റിസിപ്പേഷൻ ഫുൾ ഇങ്ങനെ. അപ്പോൾ അത് ഈ ആങ്സൈറ്റിയിൽ ഈ ഒരു ഭീതിയിലേ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ അത് കൃഷാന്ത് അത് പോസിബിൾ ആക്കുന്നോണ്ടാണ് വീണ്ടും ഇങ്ങനത്തെ സിനിമകൾ സംഭവിക്കത്തുള്ളൂ. നമ്മൾ ഇത്രയും ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു സിനിമ എടുത്ത് നമ്മൾ അത് ആ കറക്റ്റ് ബഡ്ജറ്റിൽ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസർ ഹാസ് കോൺഫിഡൻസ് ടു പുട്ട് മണി അഗൈൻ ടൈം ഡെലിവറും ചെയ്യുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ ബിക്കോസ് മലയാളം ഇസ് എ വെരി സ്മോൾ ഇൻഡസ്ട്രി. നമ്മുടെ ഒരു ബിഗ് ഫിലിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 30 crores ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പർമാൻ്റെ ബഡ്ജറ്റാണെന്ന് ഈ വലിയ സിനിമകളിലെ. സത്യം നമുക്കത് ഭയങ്കര എമൗണ്ട് ആണെങ്കിലും കൺവേർഷനൊക്കെ വരുമ്പോൾ ഹോളിവുഡിലാണെങ്കിലും എല്ലാത്തിനും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു അല്ലെങ്കിൽ ആ അത്രയും വലിയ ഇത് ചെയ്യണം. അപ്പോൾ ഇറാനിയൻ ഫിലിംസൊക്കെ അങ്ങനെ ചെയ്തു. അവർ ചെറിയ ക്യാമറാസൊക്കെ വെച്ച് പുൾഡ് ഓഫ് റിയലി ഹാർട്ട് ഫെൽ സ്റ്റോറീസ്. പക്ഷെ നമ്മൾ അങ്ങനത്തെ അല്ലാതെ നമ്മൾ വേറെ സാധനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സീരീസ് വന്നല്ലോ, നല്ല ഗംഭീര സീരീസ് ആയിട്ട് നിങ്ങളായാലും കണ്ടില്ല കാണാം. ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗാങ് എന്നാണ് എൻ്റെ പേര്. അതും ഒരു പ്രത്യേക പേരാണ്. ഈ അല്ലേ 4 സംഘം, പണ്ടൊരു 7 സംഘം മുന്നേ പേര് ഏഴരക്കൂട്ടം. ആ ഏതാ എൻജോയ് ചെയ്യുന്നത്? കാരണം അത് കുറച്ചുകൂടി വിശാലമായ ഒരു ക്യാൻവാസ് ഉണ്ട്, ഒരു കുറച്ചുകൂടി ടൈമുണ്ട്. അങ്ങനെ വരുമ്പോൾ സിനിമയാണോ അതാണോ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? എനിക്ക് എഴുതാനൊക്കെ സീരീസാണ് കുറച്ചുകൂടെ എൻജോയ്മെൻറ്റ്. കാരണം കുറേ കാലം നമുക്ക് അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കോർപ്പറേറ്റ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോംസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ നമുക്ക് സ്പെസിഫിക് റിലീസ് ഡേറ്റ് തന്നില്ലെങ്കിൽ വി ആർ സ്റ്റക്ക് വിത്ത് ദിസ് തിങ് ഫോർ എവർ. അതും ഈ ആർട്ടിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എവറി ഡേ യു ക്യാൻ ഇമ്പ്രൂവ്. ഇപ്പോൾ നമ്മൾ എടുത്ത് കാണുമ്പോൾ വീണ്ടും മാറ്റാൻ പറ്റും, മ്യൂസിക് വീണ്ടും എല്ലാ ദിവസവും ഇതിനെ മെച്ചപ്പെടുത്തി വേസ്റ്റ് ആവും നമ്മൾ അവസാനം. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം മാത്രമേ ഈ പ്ലാറ്റ്ഫോംസിൻ്റെ, ബിക്കോസ് നമ്മുടെ റീജിയണൽ കണ്ടൻറ്റാണ്. നമ്മൾ നാഷണൽ കണ്ടൻറ്റ് ആണെങ്കിൽ അവർ ഡെഡ് ലൈൻ പറയാം, അതിലങ്ങ് ഇറക്കിയിടും. അപ്പം ഇതൊരു 1 വർഷം പോയപ്പോഴത്തേക്ക് ഞാൻ സീരീസ് ഒന്ന് വെറുത്തു. അല്ലാതെ ലൈക്ക് സീരീസിൻ്റെ കൂടെ നമുക്ക് കുറച്ചുകൂടെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സീരീസ് ആകുമ്പോൾ ഇച്ചിരിയൊക്കെ നമുക്കൊന്ന് സ്ലോ ആവാം. എന്നുവെച്ചാൽ ഒരു ക്യാരക്ടറിന് ഇച്ചിരി കൂടെ സമയമൊക്കെ കൊടുക്കാൻ പറ്റും. സിനിമയിലിപ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ, ഓടിയെത്തണം. അപ്പോൾ അതുകൊണ്ട് സീരീസിൽ നമുക്ക് വേറെ ക്യാരക്ടേഴ്സിൻ്റെ ജേർണീസും കുറച്ച് തോട്ട് പ്രോസസ്സുകളും അല്ലെങ്കിൽ ഒന്ന് സമാധാനം കൊടുക്കാൻ പറ്റും. കാരണം സീരീസ് അങ്ങനത്തെ ആൾക്കാരെ കാണത്തുള്ളൂ. ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഓഡിയൻസ്. അത് അപ്പോൾ ഈ റെസ്പോൺസ് വൈസ് എങ്ങനെയാണ്? സിനിമയിൽ നിന്നാണോ ഇതിൽ കൂടുതൽ റെസ്പോൺസ്? സിനിമയിൽ നിന്ന് ക്വിക്കായിട്ട് റെസ്പോൺസ് കിട്ടും. സിനിമയിൽ നിന്ന് 4 hours കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആവാസവ്യം നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തു നിന്നും ആവാസവ്യത്തിൻ്റെ റിസർച്ച് ചെയ്യുന്ന ഒരു ലേഡി വന്ന് മീറ്റ് ചെയ്തു. കുറേ സ്റ്റുഡൻസ് വന്ന് ഇത് ചെയ്തു. അപ്പം ഒരു 4 years കഴിഞ്ഞ് എൻ്റെ ഷെൽഫ് ലൈഫ് ഇപ്പോഴും ഉണ്ട്. ആൾക്കാർ റീവിസിറ്റ് ചെയ്യും, 2 hours കൊണ്ട് തീർക്കും. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇത് കൺസ്യൂം ചെയ്ത പോലെ പിന്നെ ഇരുന്ന് കാണുന്ന വെറും സിനിഫൈൽസ്. അപ്പം അതിനൊരു ലോഞ്ചിവിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്, എക്സെപ്റ്റ് ഫിലിം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. അപ്പം അത് കാരണം സിനിമയാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇനി 3 പേരും കൊണ്ട് ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ റിവ്യൂ ബോംബിങ് എന്ന് പറഞ്ഞൊരു സംഭവം, അതിനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ആദ്യം രജിഷ. ബോംബിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണണം തോന്നുന്നില്ല എനിക്ക്. ഏത് രീതിയിലുള്ള ബോംബാണെങ്കിലും അതൊരു നെഗറ്റീവ് സാധനമാണല്ലോ. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സും ഇതൊരു കൺസ്യൂം ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റുമാണ്. ഇപ്പോൾ ഒരാൾ ഒരു 150 തൊട്ട് 200 രൂപ വരെ ഒരു ടിക്കറ്റ് പ്രൈസ് തന്ന് അവരുടെ ഇത്രയും സമയം അവരുടെ ലൈഫിൽ നിന്ന് മാറി അവർ വന്നത് സിനിമ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാൻ ആർക്കും അവകാശമുണ്ട്. അത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. വണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ
സിനിമയുടെ ആസ്വാദനം വളരെ ഡിഫറെൻ്റ് ആണ് ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചേട്ടനെ ഇഷ്ടപ്പെടണമെന്നില്ല, ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അതേ ലെവലിൽ നിരഞ്ജന ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഒരിക്കലും ഒരു 100% സാറ്റിസ്ഫൈ പടം ഉണ്ടായിട്ടേ ഇല്ല. എല്ലാവർക്കും എല്ലാ പടത്തിനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ജെന്യൂനായിട്ട് ഒപ്പീനിയൻ പറയുന്നതും ഒരു സാധനം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ ഒപ്പീനിയൻ പറയുന്നതിന്റെയും വ്യത്യാസമാണ്. അത് എന്റെ ചോയ്സാണ്, ഞാൻ എങ്ങനെ അതിൽ ആക്ട് ചെയ്യണം എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു സാധനത്തിനെ ട്രീറ്റ് ചെയ്യണോ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത് അതൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ്. എല്ലാവരെയും നമുക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ ഒറിജിനൽ വേർഡ് ഓഫ് മൗത്തിൽ അത് വരും. അതൊരു അതിനെ ഭയക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ആസ് എ ഫിലിം മേക്കർ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? രാവിലെ സിനിമ തുടങ്ങി കഴിഞ്ഞ് ഈ പറഞ്ഞ യൂട്യൂബിലേക്ക് ഇങ്ങനെ സാധനങ്ങൾ വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര സ്കെയറിയാണ്. സ്കെയറി ഇൻ ദ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഐബോൾ എക്കണോമിയിലോട്ട് മാറിയല്ലോ എന്ന് വെച്ചാൽ ഇത് ത്രസിപ്പിച്ചില്ലെങ്കിൽ ഇത് അപ്പം ഒരു കലാരൂപത്തിന് ത്രസിപ്പിക്കുന്നത് മാത്രമല്ലാതെ പല 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 ഘടകങ്ങളുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഭാഷാപരമായിട്ടുള്ള സാധനങ്ങളുണ്ട്, ഇമേജ് വെച്ചിട്ടുള്ള സംഭവമുണ്ട്, സംഗീതമുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഇതിൽ ലാഗ് എന്ന് പറയുന്നൊരു സാധനത്തിന് മാത്രം നമ്മൾ ജഡ്ജ് ചെയ്യുന്ന റിവ്യൂസ് വരുമ്പോഴത്തേക്കും ചില മെറ്റീരിയൽസ് ലാഗാണ്. ഒരു വയസ്സായ അപ്പൂപ്പൻ്റെ കഥ പറയുന്ന സിനിമ എന്ന് പറയുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ പറ്റും. ആ ഫിലിം മേക്കറിൻ്റെ ചോയ്സാണ് അയാൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ അതിലോട്ട് ചെന്ന് എത്താതെ അങ്ങ് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻറ്റ് കിട്ടാത്ത പോലെ എന്ന് തോന്നും. അപ്പോൾ അത് പിന്നെ ഓൾസോ മിക്കവാറും ക്രിട്ടീക്സിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൻ്റെ ഇൻ്റലിജൻസും കൂടി ഇതിലോട്ട് ആഡ് ഓൺ ചെയ്തിട്ട് ഞാൻ ബുദ്ധിമാനാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാണ്. അത് മനുഷ്യന്മാരുടെ എല്ലാം പ്രശ്നം ആണ്. അപ്പം അത് അവർ കഷ്ടപ്പെട്ട് ചെയ്ത് ചിലതിൽ ചിരി കിട്ടും, ചിലതിൽ കിട്ടും. അപ്പോൾ അത് അവരും ചെയ്തോട്ടെ. അത് നമുക്ക് നമ്മളും അതുപോലത്തെ ഒരു സാധനമാണ്, സിനിമയൊക്കെ എടുത്ത് നമ്മൾ ബുദ്ധിമാനാണ്. അതെ ഇതെല്ലാം ഇപ്പം ഈ ഒരു എക്കോസിസ്റ്റമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറാതിരുന്നാൽ മതി. ഈ ലാഗും തോന്നുന്നതിന്റെ ഒരു മെയിൻ റീസൺ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമ്മൾ 30 സെക്കൻഡ് ടു 1 മിനിറ്റ് സാധനങ്ങൾ കൺസ്യൂം ചെയ്ത് നമുക്ക് ഞാൻ വിചാരിക്കും താഴ്വാരത്തിലൊക്കെ നടത്തും ഇപ്പോഴാണെങ്കിൽ ആരെയും കണ്ട് അതെന്ത് ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു മലൈക്കോട്ടെ വാലിബനിലെ നടത്തവും താഴ്വാരത്തിൽ നടത്തും നോക്കി താഴ്വാരത്തിൽ കൂടുതൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേ ഇത് ബക്കറിന്റെ ശ്രീനേടൻ ഒരു ബീച്ചിന്റെ ഇങ്ങേ അടുത്ത് അങ്ങേ അറ്റം വരെ നടക്കും. അതെ ആൻഡ് ഒരു വയലിനെങ്ങാനും പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമുക്കത് നടക്കുന്നതിൽ എന്തെങ്കിലും കാരണം മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഇമേജ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതം വെച്ചിട്ട് അർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ തലം മാറിയിട്ട് അർത്ഥം നമ്മൾ അപ്പം തന്നെ കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് എത്തിയെന്ന് വെച്ചാൽ അതിനുവേണ്ടി കാത്തിരിക്കില്ല. വേറെ മെറ്റവേഴ്സും ഒന്നും മാറ്റർ ചെയ്യാത്തൊരു സംഭവം ഫോർ മോസ്റ്റ് പീപ്പിൾ എത്തി. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴേ എനിക്ക് സ്കെയറിയാണ്. പിന്നെ കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. ദിസ് ഈസ് ഓൾസോ ഇതൊരു ബിസിനസ്സൊക്കെ അല്ലേ. അപ്പോൾ അത് ശരിയാണ്. ഈ പറഞ്ഞാൽ നമ്മൾ കാറിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊല്ലാതെ, കാരണം വെച്ചാൽ വണ്ടി ഇത്തിരി നെഗറ്റീവൊക്കെ അടിച്ചാൽ പോലും ഇത്രയും പേരുടെ ഇത്രയും കാലത്ത് അധ്വാനം ഇത്രയും കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, എനിക്ക് മൈലേജ് ആണെങ്കിൽ നിരഞ്ജന മൈലേജ് ആയിരിക്കില്ല മാറ്റർ എന്നുള്ളതാണ്. ഒരു കാറിൽ അല്ലേ ഒരാളെന്താ കാണുന്നത്. വെഹിക്കിൾ ഡിസൈനേഴ്സ് ഒക്കെ എത്ര, ഞാൻ പഠിച്ച ഡിസൈൻ സ്കൂളിൽ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എനിക്ക് വെഹിക്കിൾ ഡിസൈനേഴ്സ് എൻ്റെ ബാച്ച് ആണ്. എൻ്റെ സ്റ്റിൽ വർക്കിംഗ് വോൾവോയിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നേസൺ ഡിസൈൻസ് ഒക്കെ നമ്മളെപ്പോഴും ഷെയർ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് വർക്ക് ചെയ്യുന്നു അവർ എയറോഡൈനാമിക്സിലൊക്കെ അവർ സ്കെച്ച് തൊട്ട് വർക്ക് ചെയ്യും. അപ്പം ചിലപ്പോൾ അത് പാളുന്നു ഇത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കാര്യമായ രീതിയിൽ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ഇവർ ഓരോരുത്തരെയും ഒരുമിച്ചല്ലാതെ ഇൻഡിവിജ്വലായിട്ട് കിട്ടേണ്ട അത്രയും കാര്യങ്ങൾ സംസാരിക്കാനുള്ളവരാണെങ്കിൽ പോലും ഇപ്പം തുടക്കത്തിൽ ഇങ്ങനെയെങ്കിലും കിട്ടിയല്ലോ, സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഞാനിപ്പാലോചിക്കുന്നത് ഇപ്പോൾ യേശുദാസിനെ നമ്മൾ ഇൻ്റർവ്യൂ ആണെങ്കിൽ അവസാനം എന്താ ദാസേട്ട ഒരു പാടാമെന്ന് ചോദിച്ചു, ഒരു ഐറ്റം ഡാൻസ് ചെയ്യാമെന്ന് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നമുക്ക് ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാൻ തോന്നുന്നു. എനിക്ക് നാളെ വന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ കൃഷ്ണത്തിനെ പോലെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരൊക്കെ മലയാള സിനിമയിലേക്ക് വരട്ടെ. നമ്മളിങ്ങനെ സ്ഥിരമായി ഒരേ പാറ്റേണിൽ പിടിച്ചു പോകാതെ ഈ 2046 എന്ത് എന്നൊക്കെ ഉള്ളത് മലയാളികൾ സ്വീകരിക്കുമെന്നുള്ള പേടി ഇപ്പം എനിക്കില്ല, കാരണം കൃഷ്ണത്തിൻ്റെ പഴയ സിനിമകളൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ മസ്തിഷ്ക മരണം. നമ്മുടെ മസ്തിഷ്കം മരിക്കാതെ ഗംഭീരമായിട്ട് എന്താ പറയുക ജോലിച്ച് നിൽക്കേണ്ടത് കണ്ടിട്ട് എന്ന് ആശംസിക്കുന്നു. നിരഞ്ജന ഈ പറഞ്ഞ പോലെ ഇവരെ രണ്ടുപേരും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് മധുരമനോഹര മുഖം. എനിക്ക് ഷെഫി ഒരു പരിചയമില്ലാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഞങ്ങളിപ്പം എപ്പോഴും സംസാരിക്കാറുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് ഗംഭീരമായ സിനിമ, അതിൽ വളരെ ഗംഭീരമായി. പിന്നെ ജൂണ്
കരിക്കും വെള്ളം, ഇത് പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ എന്തായാലും നിരഞ്ജും ഗംഭീരമായി പുതിയ പുതിയ സിനിമകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. രജീഷ്, താങ്ക് യു. ഇടയ്ക്കിടെ ജേർണലിസ്റ്റിലേക്ക് പറഞ്ഞേ. താങ്ക് യു കൃഷ്ണന്ത്. ഇനി ഒരാളോട് നന്ദി പറയണത് രാഹുലിനോടാണ്. രാഹുൽ ആവാസ വ്യൂഹത്തിലെ നായകൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രാഹുലാണ് ഇവരെയൊക്കെ ഒരുമിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ രാഹുൽ പുറകെ നിൽപ്പുണ്ട്. നന്ദി, ബൈ. താങ്ക് യു.